നമസ്കാരം, റിയൽ ലൈഫ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹീറോ ഹോണ്ട CD100ൻ്റെ ഒരു റീസ്റ്റോറേഷൻ വീഡിയോ ആണ് നിങ്ങളുമായി ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. 1983 ജപ്പാൻ കമ്പനിയായ ഹോണ്ടയും ഇന്ത്യൻ കമ്പനിയായ ഹീറോയും കൂടി ചേർന്നാണ് ഹീറോ ഹോണ്ട എന്ന കമ്പനി ഇന്ത്യയിൽ തുടങ്ങിയത്. ആ ഒരു 83 കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് 2 സ്ട്രോക്ക് ബൈക്കുകളാണ്. 2 സ്ട്രോക്ക് ബൈക്കുകളുടെ ഏറ്റവും വലിയ പോരായ്മ കുറഞ്ഞ മൈലേജാണ്. ഇത് കണക്ക് കൂട്ടിയാണ് ഹീറോ ഹോണ്ട 4 സ്ട്രോക്ക് ബൈക്കായി CD100നെ അവതരിപ്പിച്ചത്. ഇതിൻ്റെ മൈലേജ് അന്ന് കമ്പനി അവകാശപ്പെട്ടിരുന്നത് 85 km/ലിറ്ററാണ്. 1985-86 കാലഘട്ടങ്ങളിലുള്ളത് ഹീറോ ഹോണ്ട CD100 ഗോൾഡും 86-88 കാലഘട്ടത്തിലുള്ളത് ഹീറോ ഹോണ്ട CD100 ഡീലക്സും അത് കഴിഞ്ഞിറങ്ങിയത് ഹീറോ ഹോണ്ട CD100 SS-ഉമാണ്. ഇതിൽ ആദ്യം ഇറങ്ങിയ 2 സ്റ്റേജുകളിലുള്ള ഹീറോ ഹോണ്ട CD100 ജപ്പാനിൽ നിന്ന് ഡയറക്റ്റ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത ബൈക്കുകളായിരുന്നു. 1987 എൻ്റെ അച്ഛൻ ഹീറോ ഹോണ്ട CD100 ഡീലക്സ് എടുക്കുന്നത്. ഇത് 1998 അത് വിൽക്കുകയും ചെയ്തു. എനിക്ക് ഈ വണ്ടിയോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ആദ്യത്തെ ആക്സിഡൻറ്റും ആദ്യമായി സ്കൂളിൽ പോയതും എല്ലാം ഈ വണ്ടിയിലാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഈ വണ്ടി ഞാൻ തിരിച്ചു വാങ്ങി. ഞാനും അച്ഛനുമാണ് ഈ ഫോട്ടോയിലുള്ളത്. കഴിഞ്ഞ വർഷം വണ്ടി വാങ്ങിക്കുകയും ന്യൂ ഇയറിന് അത് ഗിഫ്റ്റായിട്ട് അച്ഛന് കൊടുക്കുകയും ചെയ്തു. ഈ വണ്ടി കൊടുക്കുന്നുണ്ടോ എന്ന് ഞാൻ എപ്പോഴും അന്വേഷിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് OLXിലെ വണ്ടി സെയിലിനുള്ള ആഡ് കണ്ടത്. ആഡ് കണ്ടപ്പോൾ തന്നെ ഗോപൻ ചേട്ടനെ വിളിക്കുകയും പിറ്റേ ആഴ്ച തന്നെ വണ്ടി എടുക്കുകയും ചെയ്തു. ഗോപൻ ചേട്ടൻ റെഡ് കളറായിരുന്ന വണ്ടി ബ്ലാക്ക് കളറിലേക്ക് മാറ്റിയിരുന്നു. നേരെ പോയത് പിറവത്തുള്ള ജിജി ചേട്ടൻ്റെ ഓട്ടോലാൻഡ് വർക്ക്ഷോപ്പിലേക്കാണ്. സംഭവം ഇങ്ങനെ ഒരു റീസ്റ്റോറേഷൻ ആണെന്ന് പറഞ്ഞപ്പോൾ ജിജി ചേട്ടനും ത്രില്ലായി. അപ്പോൾ തന്നെ വണ്ടിയുടെ ടാങ്ക്, സൈഡ് കവർ, അതുപോലെ ഷോക്കിൻ്റെ കവർ എല്ലാം അഴിച്ച് ഞങ്ങൾ പെയിൻറ്റിങ്ങിന് കൊടുത്തു. അത് കഴിഞ്ഞ് ഏറ്റവും വെല്ലുവിളിയായത് സ്പെയർ പാർട്സിൻ്റെ ഷോർട്ടേജാണ്. അതുപോലെ ആ ഗ്രാഫിക്സും. പെയിൻറ്റിങ് നമുക്ക് പെട്ടെന്ന് വർക്ക് ചെയ്ത് കിട്ടി. ഈ സ്റ്റിക്കറിനും പിന്നെ സ്പെയർ പാർട്സിനും വേണ്ടി 2 മാസത്തോളം കാത്തിരുന്നു. എല്ലാം ഏകദേശം സെറ്റാക്കിയതിന് ശേഷം ഞങ്ങൾ റീസ്റ്റോറേഷൻ്റെ വർക്ക് ആരംഭിച്ചു. അന്നിറങ്ങിയ ജപ്പാൻ വണ്ടിയുടെ ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാത്തതാണ്. കാരണം ടാങ്ക്, ചേസ്, എൻജിൻ കവർ, സൈഡ് പാനൽ ഇതിലൊക്കെ ചെറിയ തുരുമ്പുണ്ടായിരുന്നെങ്കിലും ആദ്യത്തെ ക്ലീനിങ്ങിൽ തന്നെ എല്ലാം മാറി. റീസെറ്റ് ചെയ്യാനായി 3 ദിവസം എടുത്തു. അതുകൊണ്ട് തന്നെ വീഡിയോസ് 3 ദിവസങ്ങളിലായി ഷൂട്ട് ചെയ്തതാണ്. ഇതിൽ മഡ് ഗാർഡ്, ചെയിൻ കവർ, സാരി ഗാർഡ് ഇവ ഒഴിച്ചാൽ ബാക്കിയെല്ലാം വണ്ടിയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നത് തന്നെയാണ്. ബോട്ടൊക്കെ മറ്റേ ടൈപ്പല്ലേ? മനസ്സിലാക്കട്ടെ. ഏകദേശമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് സ്റ്റാർട്ടാക്കി നോക്കി. സ്റ്റാർട്ടായപ്പോഴുള്ള ജിജി ചേട്ടൻ സന്തോഷം മുഖത്ത് നോക്കിയാൽ നമുക്കറിയാം.
സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്മോക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടില്ല. എൻജിനധികം നോയ്സും തോന്നിയില്ല. അതുപോലെ തന്നെ റീസെൻ്റായിട്ട് കഴിഞ്ഞ ആഴ്ച നമുക്ക് പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സായി കിട്ടുകയും ചെയ്തു. വീഡിയോയിൽ കാണുമ്പോൾ ലൈറ്റ് തോന്നുമെങ്കിലും രാത്രിയിൽ ഓടിക്കുമ്പോൾ ലൈറ്റ് തീരെ കുറവാണ്. അങ്ങനെ മൂന്നാമത്തെ ദിവസമായി ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. ഏറ്റവും ലാസ്റ്റ് ചെയ്തത് എൻജിൻ ഓയിൽ മാറി, സ്പാർക്ക് പ്ലഗ് ചേഞ്ച് ചെയ്തു, അതുപോലെ എൻജിൻ ട്യൂൺ ചെയ്തു. പണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആശാൻ ടെസ്റ്റ് ടൈമിനായിട്ട് റെഡിയാവുകയാണ്. ഇനി അറിയേണ്ടത് ഇതിൻ്റെ പെർഫോമൻസ് ആണ്. അത് ചെക്ക് ചെയ്യാനായി അത്യാവശ്യം കയറ്റവും വളവുകളും ഒക്കെയുള്ള ഒരു സ്ഥലത്തേക്ക് ഞാനും എൻ്റെ കസിനും കൂടി ഒരു ട്രിപ്പ് പോവുകയാണ്. സ്ഥലം ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇത് ഇല്ലിക്കൽ കല്ലിൻ്റെ ബാക്ക് സൈഡാണ്. ഒരു കാര്യം ഞങ്ങൾ വിട്ടുപോയി, മൈലേജ് ചെക്ക് ചെയ്യാൻ. എന്നാലും ഉദ്ദേശം ഒരു 60-നടുത്ത് കിട്ടി എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴത്തെ മഴയൊക്കെ കഴിഞ്ഞ് ഒരു ലോങ് ഡ്രൈവ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ കൂടെ നമുക്ക് മൈലേജും ചെക്ക് ചെയ്യാം. ഉറപ്പായിട്ടും വീഡിയോ ഷെയർ ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ CD100-ുമായുള്ള നിങ്ങളുടെ ഓർമ്മകളും അതുപോലെയുള്ള എക്സ്പീരിയൻസുകളും താഴെ കമൻറ്റായി ഇടുക. താങ്ക്സ്.